ഹലോ, ഫാബ്രിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാൻ സാധിക്കും. വിവിധതരം സ്റ്റിച്ചുകൾ തിരിച്ചറിയുകയും വിവരിക്കുകയും ചെയ്യാൻ. സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ചിംഗ് മെഷീൻ ഉപയോഗിച്ച് ഫാബ്രിക് സ്റ്റിച്ചിംഗ് പരിശീലിക്കാൻ. ആദ്യം നമുക്ക് ഫാബ്രിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് ആവശ്യമായ മെറ്റീരിയലുകളെക്കുറിച്ച് നോക്കാം. സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീൻ, ഓവർലോക്ക് മെഷീൻ, പിങ്കിംഗ് ഷിയേഴ്സ്, ഹാൻഡ് നീഡിൽ, സ്കെയിൽ, ഷിയേഴ്സ്, 1 മീറ്റർ നീളമുള്ള ക്ലോത്ത്, കോർഡ് 0.30 മീറ്റർ, സ്വീവിംഗ് ത്രെഡുകൾ, ഡ്രസ് മേക്കേഴ്സ് ഗേജ്, മെഷറിംഗ് ടേപ്പ്. അടുത്തതായി ഫാബ്രിക്കിലുള്ള വിവിധതരം സ്റ്റിച്ചിങ്ങുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഒരു സ്റ്റിച്ച് എന്നത് ഒരു നീഡിലും ത്രെഡും ഉപയോഗിച്ച് ഫാബ്രിക് അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയലുകൾ കൂട്ടിച്ചേർക്കുന്നതോ ഉറപ്പിക്കുന്നതോ ആണ്. ഒരു പ്രത്യേക പാറ്റേണിൽ മെറ്റീരിയലിലൂടെ ത്രെഡ് ഇന്റർലോക്കിംഗ് ചെയ്യുന്നു. പലപ്പോഴും സുരക്ഷിതവും അലങ്കാരവുമായ കണക്ഷൻ സൃഷ്ടിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. അതിനാൽ ചില അടിസ്ഥാനതരം സ്റ്റിച്ചുകൾ ഇവയാണ്: സ്ട്രെയിറ്റ് സ്റ്റിച്ച്, അതായത് നേരെയുള്ള തുന്നൽ; കർവ്ഡ് സ്റ്റിച്ച്, അതായത് വളഞ്ഞ തുന്നൽ; ട്രയാങ്കിൾ സ്റ്റിച്ച്, അതായത് ത്രികോണ തുന്നൽ; ബാക്ക് ടാക്ക് സ്റ്റിച്ച്; സ്പൈറൽ സ്റ്റിച്ച്, അതായത് സർപ്പിള തുന്നൽ; സിഗ്സാഗ് സ്റ്റിച്ച്. സ്വീവിങ്ങിനായി ഉപയോഗിക്കുന്ന ബേസിക് സ്റ്റിച്ചാണ് സ്ട്രെയിറ്റ് സ്റ്റിച്ച്. 2 ഫാബ്രിക്കുകൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാനാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. ഒരു കൃത്യമായ സ്ട്രെയിറ്റ് സ്റ്റിച്ച് നേടുന്നതിന് നിങ്ങളുടെ സ്റ്റിച്ച് ലെങ്ത് സെലക്ട് ചെയ്യുക, അതായത് 2.5 മുതൽ 3 മില്ലിമീറ്റർ വരെ. സ്ക്വയർ സ്റ്റിച്ചിൽ റൈറ്റ് ആംഗിളിൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്ട്രെയിറ്റ് സ്റ്റിച്ചുകളുടെ ഒരു സീരീസ് സൃഷ്ടിക്കുന്നത് ഉൾപ്പെടുന്നു. ഇത് ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സ്ക്വയർ പാറ്റേൺ രൂപപ്പെടുത്തുന്നു. സ്ക്വയർ സ്റ്റിച്ചുകൾ 2 തരത്തിലുണ്ട്: റീഇൻഫോഴ്സിംഗ് കോർണറുകളും ഡെക്കറേറ്റീവ് സ്റ്റിച്ചുകൾ, ഡെക്കറേറ്റീവ് തുന്നലുകളും. ടോട്ട് ബാഗുകൾ, പൗച്ചുകൾ അല്ലെങ്കിൽ ക്വിൽ ബ്ലോക്കുകൾ എന്നിവയിലെ കോണുകൾ സ്ട്രോങ് ആക്കുന്നതിനാണ് റീഇൻഫോഴ്സിംഗ് കോർണർ സാധാരണയായി ഉപയോഗിക്കുന്നു. അതേസമയം ഡെക്കറേറ്റീവ് സ്റ്റിച്ചുകൾ ഫാബ്രിക്കിൽ കാണാൻ ഭംഗിയുള്ളതും രസകരവുമായ ഗ്രിഡ് പാറ്റേണുകൾ നിർമ്മിക്കുന്നു. കർവ്ഡ് സ്റ്റിച്ച് വട്ടത്തിലുള്ളതോ വൃത്താകൃതിയിലുള്ളതോ ആയ ഫാബ്രിക് എഡ്ജുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജെന്റിൽ കർവ്ഡ് പാത്ത് ഫോളോ ചെയ്യുന്നു. ട്രയാങ്കിൾ സ്റ്റിച്ചിൽ സ്റ്റിച്ചുകളുടെ 3 വശങ്ങൾ ഉൾക്കൊള്ളിച്ച് സ്വീവിംഗിൽ ഒരു ട്രയാങ്കുലർ പാറ്റേൺ സൃഷ്ടിക്കുന്നു. ഇത് പലപ്പോഴും ഡെക്കറേറ്റീവ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. സ്റ്റാക്ക്ഡ് ട്രയാങ്കിൾ സ്റ്റിച്ച്, ഹാഫ് സ്ക്വയർ ട്രയാങ്കിൾ യൂണിറ്റുകൾ, ഫോൾഡർ സ്റ്റാർ ക്വിൽറ്റ് ബ്ലോക്ക് എന്നിവയാണ് ട്രയാങ്കിൾ സ്റ്റിച്ചിന്റെ ഉദാഹരണങ്ങൾ. ഒരു സീമിന്റെ തുടക്കത്തിലും അവസാനത്തിലും വിപരീതമായി കുറച്ച് സ്റ്റിച്ചുകൾ തുന്നുന്നത് ബാക്ക് ടാക്ക് സ്റ്റിച്ചിൽ ഉൾപ്പെടുന്നു. മാനുവൽ, ഓട്ടോമാറ്റിക് എന്നിവയാണ് ഒരു സ്വീവിംഗ് മെഷീനിൽ ബാക്ക് ടാക്ക് സ്റ്റിച്ചുകൾ ചെയ്യാനുള്ള 2 വഴികൾ. തുടർച്ചയായതും സ്പൈറൽ പാറ്റേണിലും സ്പൈറൽ സ്റ്റിച്ച് പുരോഗമിക്കുന്നു. ഫ്രീ മോഷൻ സ്പൈറൽ, അതായത് സ്വതന്ത്ര ചലന സർപ്പിളം; കണ്ടിന്യൂസ് സ്പൈറൽ, തുടർച്ചയായ സർപ്പിളം; എക്കോ സ്പൈറൽ, എക്കോ സർപ്പിളം എന്നിവയാണ് വിവിധതരം സ്പൈറൽ സ്റ്റിച്ചുകൾ. സിഗ്സാഗ് സ്റ്റിച്ച് ഒരു സിഗ്സാഗ് മോഷനിൽ ചലിക്കുന്ന ഒരു വെർസറ്റൈൽ സ്വീവിംഗ് ടെക്നിക്കാണ്. ഇത് സാധാരണയായി സ്വീവിംഗിൽ എഡ്ജുകൾ ഫിനിഷ് ചെയ്യുന്നതിനും ഫ്രേയിംഗ് തടയുന്നതിനും ഡെക്കറേറ്റീവ് ടച്ച് ചേർക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇനി ഫാബ്രിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ജനറൽ പ്രൊസീജറുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു ഫാബ്രിക് എടുത്ത് പരസ്പരം 1 സെന്റിമീറ്റർ അകലത്തിൽ വരകൾ വരയ്ക്കുക. മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് പ്രസർ ഫുട്ട് ലിഫ്റ്റർ ഉയർത്തി അതിനടിയിൽ ഫാബ്രിക് വെക്കുക. 2 കൈകളും ഫാബ്രിക്കിൽ വെക്കുക. തുടർന്ന് പ്രഷർ ഫുട്ട് താഴ്ത്തി ശ്രദ്ധാപൂർവം പതുക്കെ പെഡൽ ചെയ്യാൻ തുടങ്ങുക.
നീഡിലിന്റെയും ഫാബ്രിക്കിന്റെയും മൂവ്മെന്റും മെഷീനിന്റെ സ്പീഡും നിരീക്ഷിക്കുക. നിങ്ങൾ എല്ലാ ലൈനിലും സ്വീവിംഗ് പൂർത്തിയാക്കുന്നതുവരെ ഈ പ്രോസസ് ആവർത്തിക്കുക. ആംഗിൾ കർവുകൾ സ്റ്റിച്ച് ചെയ്യാൻ പ്രഷർ ഫുട്ട് താഴ്ത്തുക. അപ്പോൾ നീഡിൽ ഫാബ്രിക്കിനുള്ളിലാവും. തുടർന്ന് ഹോറിസോണ്ടൽ ലൈനുകൾ സ്റ്റിച്ച് ചെയ്യുക. ടൈം ലൈനുകളിൽ നിർത്തിയും ഫാബ്രിക് തിരിച്ചുകൊണ്ടും വെർട്ടിക്കലി കർവ്ഡ് എഡ്ജുകളിലെ സ്റ്റിച്ചിംഗ് പ്രാക്ടീസ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഫാബ്രിക്കിൽ വ്യത്യസ്ത ഷേപ്പുകളിൽ സ്റ്റിച്ച് ലൈനുകൾ ചെയ്യാം. ഒരു ഫാബ്രിക്കിൽ ലൈനുകൾ വരയ്ക്കുക. ഫാബ്രിക് ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ പ്രസർ ഫുട്ടിന് കീഴിലുള്ള നീഡിൽ പോയിന്റിന് കീഴിൽ ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യുക. വലതു കൈകൊണ്ട് മെഷീനിന്റെ ഫ്ലൈവീൽ നിങ്ങളുടെ നേരെ വലിക്കുമ്പോൾ ത്രെഡിൽ മൂവ് ചെയ്യാൻ ആരംഭിക്കുക. നിങ്ങളുടെ പാദങ്ങൾ ഉപയോഗിച്ച് ത്രെഡിലിന്റെ മൂവ്മെന്റ് തുടരുക. സ്റ്റിച്ചിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കൈകളും കൊണ്ട് ഫാബ്രിക് കൺട്രോൾ ചെയ്യുക. മെഷീനിന്റെ മൂവ്മെന്റിനൊപ്പം ഫീഡ് ഡോഗ് ഓട്ടോമാറ്റിക്കലി ഫാബ്രിക്കിനെ മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ സ്റ്റിച്ചിന്റെ ശരിയായ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ നീഡിലിലും പ്രസർ ഫുട്ടിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫാബ്രിക്കിലും നീഡിലിലും ഫുൾ ടെൻഷൻ നിലനിർത്തുക. നിങ്ങളുടെ ഫാബ്രിക് മെഷീന്റെ ത്രെഡിൽ വീലിൽ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. മെഷീൻ സ്റ്റിച്ചിംഗ് ഹാൻഡ് സ്റ്റിച്ചിങ്ങിനേക്കാൾ വേഗതയുള്ളതിനാൽ ഫാബ്രിക് കൺട്രോൾ ചെയ്യുമ്പോൾ നീഡിലിൽ നിന്ന് നിങ്ങളുടെ വിരലുകൾ സംരക്ഷിക്കുക. ഇനി 20x22.5 സെന്റിമീറ്റർ വലിപ്പമുള്ള ഡബിൾ ലേയേർഡ് ഫാബ്രിക്കിൽ ഒരു തവണ എല്ലാ സ്റ്റിച്ച് ലൈനുകളും ചെയ്യുക. ഫാബ്രിക് 7 സെറ്റുകളായി മുറിക്കുക. അതായത് 14 കഷ്ണങ്ങൾ. രണ്ട് കഷണങ്ങൾ പരസ്പരം മുകളിൽ വയ്ക്കുക. എല്ലാ എഡ്ജുകളിൽ നിന്നും 0.5 സെന്റിമീറ്റർ വിട്ട് ബാസ്റ്റും സ്റ്റിച്ചും ചെയ്യുക. സ്ട്രെയിറ്റ് സ്റ്റിച്ച് ലൈനുകൾ ചെയ്യാൻ അധികമുള്ള ഫാബ്രിക്, അതായത് 20x45 സെന്റിമീറ്റർ എടുക്കുക. കർവ്ഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫാബ്രിക്കിന്റെ അടിയിൽ ബ്രൗൺ ഷീറ്റ് തിരുകുക. അവസാനം ത്രെഡുകൾ സുരക്ഷിതമാക്കാൻ റിവേഴ്സ് സ്റ്റിച്ചിംഗ് മെക്കാനിസം ഉപയോഗിക്കുക. ഈ ബാക്ക് സ്റ്റിച്ചുകൾ മുമ്പത്തെ സ്റ്റിച്ചിലോ അല്ലെങ്കിൽ മുമ്പത്തെ സ്റ്റിച്ചിലെ ലൈനിനുള്ളിലോ വെക്കുക. നിങ്ങൾക്ക് ത്രെഡിന്റെ അറ്റത്ത് കെട്ടാനും കഴിയും. അതിനാൽ നിങ്ങൾ ആദ്യം ത്രെഡ് ഫാബ്രിക്കിന്റെ വലതുവശത്തേക്ക് കൊണ്ടുവരണം. ലോവർ ത്രെഡ് പിടിക്കാൻ അപ്പർ ത്രെഡിൽ വലിക്കുക. എന്നിട്ട് അതിലൂടെ അത് പൂർണ്ണമായും വലിക്കുക. ഇങ്ങനെ പരിശീലിക്കുന്നതിലൂടെ വസ്ത്രങ്ങൾ തുന്നുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളും ഇറഗുലർ സ്റ്റിച്ചുകളും തടയാം. ത്രെഡുകൾ ഒരുമിച്ച് കെട്ടി അധിക ത്രെഡുകൾ ട്രിം ചെയ്യുക. ഇങ്ങനെ പരിശീലിക്കുന്നതിലൂടെ വസ്ത്രങ്ങൾ തുന്നുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളും ഇറഗുലർ സ്റ്റിച്ചുകളും തടയാം. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. സ്ട്രെയിറ്റ് സ്റ്റിച്ച്, സ്ക്വയർ സ്റ്റിച്ച്, കർവ്ഡ് സ്റ്റിച്ച്, ട്രയാങ്കിൾ സ്റ്റിച്ച്, ബാക്ക് ടാക്ക്, സ്പൈറൽ സിഗ്സാഗ് എന്നിവയാണ് ചില ബേസിക് ടൈപ്പ് സ്റ്റിച്ചുകൾ.
ഫാബ്രിക്കിൽ പാറ്റേണുകൾ സ്റ്റിച്ച് ചെയ്യാനും വരയ്ക്കാനും സ്റ്റിച്ച് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യുക. അവസാനത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഫാബ്രിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.